വേരിയബിൾസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടൂളാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സെഷനിൽ കോറിലേഷൻ്റെ ബേസിക് ഫീച്ചേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷനുമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി കോറിലേഷൻ ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്, അനാലിസിസ് ടെക്നിക്കാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബൈവേരിയറ്റ് അനാലിസിസ്. സാധാരണ രീതിയിൽ ഇതിനകത്ത് 2 വേരിയബിൾസ് ആണ് ഉള്ളത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഈ 2 വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വെയ്റ്റും കൂടാനുള്ള സാധ്യത ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ. രണ്ടും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഇനിയിപ്പം നെഗറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്പീഡും ടൈം ടേക്കൺ ടു ട്രാവൽ എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ടൈം കുറയാണ് ചെയ്യുന്നത്. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പം സ്പീഡ് കുറയുവാണെങ്കിൽ ടൈം ടേക്കൺ ടു കവർ ദാറ്റ് ഡിസ്റ്റൻസ് അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് 2 വേരിയബിൾസ് തമ്മിൽ ഉള്ളത്. ഇനി വേറെ ഇതേപോലെ നമുക്ക് പല എക്സാമ്പിൾസും പറയാൻ സാധിക്കും. ഈ ക്രോപ്പിൻ്റെ ഈൽഡും അതുപോലെ തന്നെ റെയിൻഫോളും തമ്മിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ കാണാറ് ഉണ്ട്. അതുപോലെ തന്നെ ക്രോപ്പിൻ്റെ ഈൽഡും സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കോ കെമിക്കൽ പാരാമീറ്റേഴ്സുമായിട്ട് പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാറുണ്ട്. ഇനി ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലാത്ത വേരിയബിൾസും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ് കൺസപ്ഷൻ ഇൻ സ്റ്റുഡൻറ്റ്സ് ഓർ കിഡ്സ്, ദെൻ ദെയർ മാർക്സും ചോക്ലേറ്റ് കൺസപ്ഷനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. അപ്പോൾ അതേപോലെയുള്ളൊരു ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മളിതിനെ കോറിലേഷൻ അനാലിസിസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ കോറിലേഷൻ എന്നുള്ളൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഹൈറ്റും വെയ്റ്റും തമ്മിലാണെങ്കിൽ ഏകദേശം ഒരു പോസിറ്റീവായിട്ടുള്ള കോറിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. ഇനി സ്പീഡും ടൈമും ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റയെ ഈ എത്രമാത്രം ആ ഡേറ്റയിലുള്ള വേരിയബിൾസ് പരസ്പരം റിലേറ്റഡ് ആണ്, അവരുടെ റിലേഷൻഷിപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കോറിലേഷൻ അനാലിസിസ് കൊണ്ട് സാധിക്കും. സോ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ കോറിലേഷൻ അനാലിസിസ് ഈസ് എ ഡിസ്കഷൻ ഓഫ് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. ഇനി കോറിലേഷൻ്റെ, അതായത് വേരിയബിൾസ് തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് സാധാരണ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കൊണ്ടാണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞത് പോലെ അല്ലെങ്കിൽ പഠിച്ചതൊക്കെ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ഇതുപോലെയൊക്കെ ഉള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോമാണ്. അതായത് ഒരു ഇക്വേഷനുണ്ട്, ആ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 1, പിന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. 2 വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റൻസസിലാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാലും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി, അല്ലെങ്കിൽ ഒരു ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്പറാണ്. ആ നമ്പറിനെ ബേസ് ചെയ്തിട്ട്, ആ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് വേരിയബിൾസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. സോ ഡിഗ്രി ഓഫ് കോറിലേഷൻ അത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് പറഞ്ഞു. അപ്പം ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ഒരു സ്കെയിലിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഫോൾസ് ബിറ്റ്വീൻ -1 to +1. -1 to +1 സ്കെയിലിലാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ തന്നെ പറഞ്ഞു കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ വേണ്ടിയിട്ട് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് ഉണ്ട്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഇക്വേഷൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് -1 +1 ഇതിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഈ വാല്യൂസ്, ഈ റേഞ്ചിലുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. -1 കിട്ടാം, +1 കിട്ടാം, ഇൻ ബിറ്റ്വീനുള്ള ഏത് വാല്യൂ വേണേലും കിട്ടാം, ഇനി 0 കിട്ടാം. അങ്ങനെ
പല ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. -1 to +1 മാത്രമേ കിട്ടത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ഈ റേഞ്ചിൻ്റെ വെളിയിലുള്ളൊരു വാല്യൂ കിട്ടത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ് ഒരിക്കലും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കിട്ടത്തില്ല. ആ -3 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആ സ്കെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 0 ആണ് ഇതിനകത്ത് മീഡിയൻ ആയിട്ടുള്ള പോയിൻ്റ്. 0 വാല്യൂ റെപ്രസെൻറ്റ്സ് 0 കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റെപ്രസെൻറ്റ്സ് നോ കോറിലേഷൻ. ഇപ്പം നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ളത് ആണ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇനി 0 to +1 അത് പോസിറ്റീവ് കോറിലേഷനാണ്. 0 to +0.5 വരെ വീക്കായിട്ടുള്ള പോസിറ്റീവ് കോറിലേഷനാണ്. ദെൻ +0.5 to +1 സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി 0യുടെ താഴത്തെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 0 to -1 എല്ലാം നെഗറ്റീവ് കോറിലേഷനാണ്. 0 to -0.5 വരെ വീക്ക് നെഗറ്റീവ് കോറിലേഷനും -0.5 to -1 വരെ സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷനുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാം. ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കോറിലേഷൻ: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് നോ കോറിലേഷൻ, ദെൻ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഓരോന്നിനെക്കുറിച്ചും എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ കാറ്റഗറിയാണ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് നോ കോറിലേഷൻ. ആദ്യത്തെ ടൈപ്പ്, അതിൻ്റെ സബ് ടൈപ്പിൽ പോസിറ്റീവ് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഓഫ് വേരിയബിൾസ്. അതായത് വേരിയബിൾസ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കൂടുകയാണോ ചെയ്യുന്നത്, ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുകയാണോ ചെയ്യുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഈ പറഞ്ഞ പോസിറ്റീവ് കോറിലേഷനൊക്കെ വരുന്നത്. ഇഫ് ടു വേരിയബിൾസ് ടെൻഡ് ടു മൂവ് ടുഗദർ ഇൻ ദ സെയിം ഡയറക്ഷൻ, ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ് കോറിലേഷൻ. രണ്ട് വേരിയബിൾസും ഒരുമിച്ച് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ വൺ വേരിയബിൾ ഈസ് അക്കമിനേറ്റ് ബൈ ഇൻക്രീസ് ഇൻ ദ അതർ വേരിയബിൾ. അതായത് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് വൈയും കൂടുകയാണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ഗിവൺ ഡേറ്റ എക്സ് കൂടുന്ന ഒരു പാറ്റേൺ കാണിക്കുന്നുണ്ടെങ്കിൽ വൈയും കൂടുന്ന പാറ്റേൺ ആണ് കാണിക്കുന്നതെങ്കിൽ ആ വേരിയബിൾസിൻ്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ദ റിലേഷൻഷിപ്പ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈയും ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ, അതായത് അവരുടെ രണ്ടിൻ്റെയും ചേഞ്ച് എന്ന് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ്, ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ്, അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ ആ കോറിലേഷനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എക്സും വൈയും വേരിയബിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കാം. 2, 5, 10, 14, 17, 25 ഇൻക്രീസ് ചെയ്യാണ്. വൈ അതേപോലെ തന്നെ 8, 12, 13, 16, 19, 22 ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ കോറിലേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് സ്കാറ്റർ പ്ലോട്ട് അല്ലെങ്കിൽ ഡോട്ട് പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസിൽ എക്സ് വേരിയബിളും വൈ ആക്സിസിൽ വൈ വേരിയബിളും പ്ലോട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ വരുന്ന മാട്രിക്സിനകത്ത്, ഗ്രാഫിൻ്റെ മാട്രിക്സിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ പെയർഡ് ആയിട്ടുള്ള ഡേറ്റയെ എപ്പോഴും ഡോട്ട്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയുടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡേറ്റയുടെ ഒരു ഡോട്ട് പ്ലോട്ട് അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോട്ട്സിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇത് പൊന്തിപ്പോകുന്നത് പോലെയുള്ള, ഉയർന്നു പോകുന്ന പോലെയുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്, ഒരു പാറ്റേൺ ഓഫ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷനിൽ എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് കാണാൻ സാധിക്കും. ഇവിടെ എക്സ് കൂടുമ്പോൾ വൈ കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് റൈസ്. ഇനി അടുത്ത രണ്ടാമത്തെ ഇൻസ്റ്റൻസ് പറഞ്ഞത് എക്സ് കുറയുന്നു, അതുപോലെ തന്നെ വൈ കുറയുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ ഡേറ്റ 10, 9, 7, 5, 2, 1, ദെൻ വൈ 20, 17, 14, 12, 11, 10. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, രണ്ടും കുറയാണ് ചെയ്യുന്നത്. ഈ ഡേറ്റയും നമ്മൾ എക്സ് വേരിയബിൾ വൈ വേരിയബിൾ പ്ലോട്ട് ചെയ്ത് ഒരു സ്കാറ്റർ പ്ലോട്ട് അല്ലെങ്കിൽ ഡോട്ട് പ്ലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതും നേരത്തെ ഡയഗ്രാം കാണിച്ചതുപോലെ തന്നെ ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് കാണിക്കും. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ്റെ എപ്പോഴും
ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കാറ്റർ പ്ലോട്ട് ഡോട്ട് പ്ലോട്ടിൽ ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ എക്സാമിനൊക്കെ ഇതുപോലുള്ള ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കിന് സിമ്പിളായിട്ടുള്ള വളരെ എക്സും വൈയും ഏകദേശം ഒരു 4-5 ഒക്കെയുള്ള വാല്യൂസ് വരുന്ന രീതിയിൽ ഡേറ്റ കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട് കൂടെ വരച്ച് കാണിക്കണം. അപ്പോൾ ജസ്റ്റിഫൈഡ് ആവും. ഇനി അടുത്തതാണ് നെഗറ്റീവ് കോറിലേഷൻ. എഗെയിൻ ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, വേരിയബിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് ചേഞ്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ് നെഗറ്റീവ് കോറിലേഷൻ വരുന്നത്. ഇഫ് 2 വേരിയബിൾസ് ടെൻഡ് ടു മൂവ് ടുഗദർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി നെഗറ്റീവ് കോറിലേഷൻ. അതായത് നേരത്തെ പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളത്. അതായത് പോസിറ്റീവ് കോറിലേഷനിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരെണ്ണം കൂടുകയാണെങ്കിൽ എക്സ് കൂടുകയാണെങ്കിൽ വൈയും കൂടുകയാണ്, എക്സ് കുറയുകയാണെങ്കിൽ വൈയും കുറയാണ്. ഇവിടെ അങ്ങനെയല്ല, എക്സ് കൂടുകയാണെങ്കിൽ വൈ കുറയുക, അല്ലെങ്കിൽ എക്സ് കുറയുകയാണെങ്കിൽ വൈ കൂടുക. ഇങ്ങനെയുള്ള 2 ഇൻസ്റ്റൻസസിലാണ് നെഗറ്റീവ് കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ വൺ വേരിയബിൾ ഈസ് അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഇൻ ദ അതർ വേരിയബിൾ. ദെൻ ഡിക്രീസ് ഇൻ വൺ വേരിയബിൾ ഈസ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ദ അതർ വേരിയബിൾ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, എക്സ് വേരിയബിൾ നോക്കുക, 10, 15, 17, 18, 20, 24 അവിടെ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. വൈ വേരിയബിൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡിക്രീസ് ആണ്, 20, 17, 14, 12, 11, 10. അപ്പം നമ്മൾ ഇതിനെ ഒരു ഡോട്ട് പ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ, ഒരു സ്കാറ്റർ പ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ, എക്സ് വേരിയബിളിനെ എക്സ് ആക്സിസിലും വൈ വേരിയബിളിനെ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈസ് ഫോൾ ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴേക്കിന് ഫോൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ സ്കാറ്റർ ഡോട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേടത്ത് അങ്ങനെയല്ല, പോസിറ്റീവ് കോറിലേഷനിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് ആണ് പോസിറ്റീവ് കോറിലേഷനിൽ വരുന്നത്. ഇവിടെയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ഫോൾ. ഇനി നെഗറ്റീവ് കോറിലേഷൻ്റെ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ആണ് ഒരെണ്ണം കുറയുമ്പം മറ്റേത് കൂടുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ആദ്യത്തെ എക്സ് വേരിയബിൾ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത്, 35, 32, 29, 24, 19, 15. ഇനി വൈ വേരിയബിൾ അങ്ങനെയല്ല, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, 14, 18, 22, 25, 29, 32. ഇത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കേസിലും നമ്മൾ സ്കാറ്റർ പ്ലോട്ട് ഡോട്ട് പ്ലോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഫോള് കാണാൻ സാധിക്കും. അതായത് സ്കാറ്റേഴ്സ് എല്ലാം ലെഫ്റ്റ് റൈറ്റ് ഫോള് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് കോറിലേഷൻ. അത് ജസ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ ഓപ്പോസിറ്റാണ്. പോസിറ്റീവ് കോറിലേഷനിൽ 2 വേരിയബിൾസും എക്സും വൈയും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. എക്സ് കൂടുകയാണെങ്കിൽ വൈയും കൂടുന്നു, എക്സ് കുറയുകയാണെങ്കിൽ വൈയും കുറയുന്നു. നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. എക്സ് കൂടുമ്പോൾ വൈ കുറയുന്നു, എക്സ് കുറയുമ്പോൾ വൈ കൂടുന്നു. ഇനി നോ കോറിലേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഈസ് നൈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് പോസിറ്റീവ് ട്രെൻഡും ഇല്ല, നെഗറ്റീവ് ട്രെൻഡും ഇല്ല, രണ്ടും തമ്മിൽ എക്സാക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസിൽ റാൻഡമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡാണ് ഈ വേരിയബിൾസ് കാണിക്കുന്നതെങ്കിൽ, വാല്യൂസ് കാണിക്കുന്നതെങ്കിൽ കോറിലേഷൻ ഈസ് സെഡ് ടു ബി നോ കോറിലേഷൻ. അപ്പോൾ നോ കോറിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട് അല്ലെങ്കിൽ ഡോട്ട് പ്ലോട്ട് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതായത് റാൻഡമായിട്ട് ഈ ഡോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് റൈസോ ലെഫ്റ്റ് ടു റൈറ്റ് ഫോളോ കാണാൻ സാധിക്കില്ല. ഒരു ട്രെൻഡ് ഇല്ല എന്നുള്ളതാണ്, കൃത്യമായിട്ടൊരു ട്രെൻഡ് ഇല്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു സെൻറ്ററിൽ ഒരു വെർട്ടിക്കൽ ലൈനിൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ നിൽക്കുന്നു. ഒരിക്കലും അത് മുകളിലേക്ക് പൊന്തി പോകുന്ന പോലെയോ താഴേക്ക് വരുന്ന പോലെയോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ചോക്ലേറ്റ് കൺസപ്ഷനും അതുപോലെ തന്നെ പിള്ളേരുടെ മാർക്കും കുട്ടികളുടെ മാർക്കും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ഇങ്ങനെ ഡോട്ട് പ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്കാറ്റർ പ്ലോട്ട് കിട്ടും. ഇനി അടുത്താണ് സിമ്പിൾ മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്താണെന്ന് നോക്കാം. വെൻ വി സ്റ്റഡി ദ കോറിലേഷൻ ബിറ്റ്വീൻ ഓൺലി 2 വേരിയബിൾസ്, അതായത് 2 വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള കോറിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഇപ്പോൾ സാധാരണ രീതിയിൽ കോറിലേഷൻ എന്ന് പറയുന്നൊരു ബൈവേരിയേറ്റ് അനാലിസിസ് ആണ്.
മൾട്ടിവേരിയേറ്റ് ആയിട്ടുള്ള രീതിയിലും കോറിലേഷനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബൈവേരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ എക്സ് ഹൈറ്റും വെയ്റ്റ് വൈയും ആണെങ്കിൽ അത് സിമ്പിൾ കോറിലേഷനാണ്. ഈ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 2 വേരിയബിൾസ് അറ്റ് എ ടൈം ഉണ്ടായിരിക്കും. അതായത് ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, ഈ 3 ക്രൈറ്റീരിയയും കൂടെ എക്സ്, വൈ, ഇസഡ് 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കോറിലേഷനാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മെത്തേഡാണ്, ആ ടൈപ്പാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പം എത്ര വേരിയബിൾ, സിമ്പിൾ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നുള്ളത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. 2 വേരിയബിൾസ് ഉള്ളെങ്കിൽ സിമ്പിൾ കോറിലേഷൻ, 2ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇനി അടുത്താണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഇപ്പോൾ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത് 2 വേരിയബിൾസ് എക്സ്, വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസിൻ്റെ ഇടയിൽ നടക്കുന്ന റേഷ്യോ ചേഞ്ച് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്, വൈ ഉണ്ട്. എക്സ് 10, 15, 20, 25, 30, 35 എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത്. അതായത് ഇത് 5ൻ്റെ സീരീസാണ്. അതായത് ഇതിനകത്തുള്ള ഓരോ വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 5ൻ്റെ മാഗ്നിറ്റ്യൂഡിൽ കൂടിയാണ് ഇത് വരുന്നത്. ഇനി രണ്ടാമത്തെ വേരിയബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ നോക്കുകയാണെങ്കിൽ 2, 4, 6, 8, 10, 12 ആണ്. അപ്പോൾ 2ൻ്റെ സീരീസാണിത്. ഓരോ വിത്തിൻ വേരിയബിൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സിനകത്ത് ഒരു കൺസിസ്റ്റൻസി ഉണ്ട് 5, വൈക്കകത്തൊരു കൺസിസ്റ്റൻസി ഉണ്ട് 2. അപ്പോൾ റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എക്സിനകത്തും വൈക്കകത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരുകയാണെങ്കിൽ അത് ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വൈയും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് കോറിലേഷനാണ്. ഇതിനെ നമ്മൾ ഒരു ഡോട്ട് പ്ലോട്ടിലോട്ട് അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിൽ ലെഫ്റ്റ് ടു റൈറ്റ് റൈസിൽ അലൈൻ ചെയ്തിരിക്കുന്ന സ്കാറ്റർ പ്ലോട്ടാണ് അല്ലെങ്കിൽ ഡോട്ട്സ് ആണ്. അതായത് ഈ ഡോട്ട്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് കാണിക്കും. ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാർൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഡേറ്റ, ഈ എക്സ് വൈ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് +1 ആയിരിക്കും. അതായത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ കാണണമെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ എന്ന് പറയുന്നത് ലീനിയർ കോറിലേഷൻ കാണിക്കുന്ന റേഷ്യോ ഓഫ് ചേഞ്ച് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഇതാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ലീനിയർ കോറിലേഷൻ നെഗറ്റീവായിട്ടും നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡേറ്റയുടെ പ്രത്യേകത ഇത് എക്സ് ഇൻക്രീസ് ചെയ്യാണ്, വൈ ഡിക്രീസ് ചെയ്യാണ്. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആണ്, 5ൻ്റെ സീരീസ് ആയിട്ടാണ് ഇത് പോകുന്നത്. ഇനി വൈ ആണെങ്കിൽ അത് 2ൻ്റെ സീരീസ് ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. 12, 10, 8, 6, 4, 2. അപ്പോൾ ഇത് എഗെയിൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് ഇതിനകത്തുള്ള എക്സ് വൈ എന്നുള്ള രീതിയിൽ നമ്മൾ ഡോട്ട് പ്ലോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഫോളാണ് കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഫോള് വരും. അത് സ്ട്രെയിറ്റ് ലൈനിൽ അലൈൻഡ് ആയിരിക്കും. എല്ലാ ഡോട്ട്സും സ്ട്രെയിറ്റ് ലൈനിൽ അലൈൻഡ് ആയിരിക്കും. ഇനി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ R-1 ആയിരിക്കും. കാർൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ -1 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അടുത്താണ് നോൺ ലീനിയർ കോറിലേഷൻ. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇപ്പോൾ നോൺ ലീനിയർ കോറിലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അതായത് ഒരു എക്സിനകത്തോ വൈക്കകത്തോ വാല്യൂസിൻ്റെ മാഗ്നിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകത്തില്ല. ഇപ്പോൾ ഇവിടെ 10, 15, 19, 22, 44, 53 ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഇൻ ബിറ്റ്വീൻ വാല്യൂസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് കൺസിസ്റ്റൻ്റ് അല്ല. ഇപ്പം ഇവിടെയും വാല്യൂസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഡോട്ട് പ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ
ആ ഡോട്ട്സ് എല്ലാം ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് കോറിലേഷനാണ്, അപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് റൈസ് ഒക്കെ കാണിക്കും എന്ന് പറഞ്ഞാൽ പോലും ആ ഡോട്ട്സിനെ പരസ്പരം നമ്മൾ ലൈൻസ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നോൺ ലീനിയർ പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ഫോള് ഇതേപോലെ തന്നെ കിട്ടുവാണെങ്കിൽ, കർവി ലീനിയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് നോൺ ലീനിയർ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കോറിലേഷനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇവിടെ ബേസിക് ഫീച്ചേഴ്സും കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ആ സ്കെയിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.